ഹായ് ഹലോ, ഇന്ന് ഗുരുവായൂർ ഏകാദശി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ. രാവിലെ എണീക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എനിക്ക് കിളി ഉണ്ടാവില്ല. അങ്ങനെ ഫ്രഷായി ഞാൻ നേരെ ജിമ്മിലേക്കാട്ടോ പോയത്. കുന്നമംഗലത്താണ് എൻ്റെ ജിമ്മുള്ളത്. മസിൽസ് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ജിമ്മിലാട്ടോ ഞാൻ പോകുന്നത്. ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാട്ടോ ജിമ്മിൽ പോകുന്നത്. ഒരു 15 kg എങ്കിലും വെയിറ്റ് കുറയ്ക്കാനുണ്ട് എനിക്ക്. ഞാൻ ജിമ്മിൽ നിന്ന് നേരെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി. അമ്പലത്തിൽ പോകാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തുളസി തീർത്ഥം കുടിച്ചിട്ടാട്ടോ ഏകാദശി എടുത്തത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കഴിക്കുന്നത് ഓട്സാണ്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ഉപ്പുമാവാണ് കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോയി. ഞാനും അമ്മയും കൂടി ആയിട്ട് അമ്പലത്തിൽ പോയത്. വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന അമ്പലത്തിലെത്തി. ഈ അമ്പലം വരുന്നത് കോഴിക്കോട് ഇരിങ്ങാടൻപള്ളിയാണേ. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. അമ്പലത്തിൽ ഇന്ന് ചുറ്റുവിളക്കുണ്ട്. അതിനമ്മ ഷീട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി തൊഴുത ശേഷം വിളക്കൊക്കെ കത്തിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാൻ വേണ്ടി. വിളക്കൊക്കെ കത്തിച്ചിട്ട് ഒരു പ്രത്യേക ഫീലായിരുന്നേ. അതിനുശേഷം എല്ലാവർക്കും ഫുഡും അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നേ. കട്ടൻ കാപ്പിയും പുഴുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം അരിയാഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നുമ്പ്ര ഭഗവതി ക്ഷേത്രത്തിലാട്ടോ പോയത്. തൊഴുതിറങ്ങിയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ. വടയും ചട്നിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. ഗുരുവായൂർ ഏകാദശീൻ്റെ പിറ്റേന്ന് നമുക്ക് അരിയാഹാരം ഒരു നേരെ കഴിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഇന്നലെ അമ്പലത്തിൽ നിന്ന് പറഞ്ഞതാണ്. അങ്ങനെ വടയും കാപ്പിയൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുട്ടി വ്ളോഗ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.